ഇതെന്തിനാ ഇപ്പം ഈ കിടുതാപ്പൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നതെന്നല്ലേ ഞാൻ പറയാവേ. ഈ കിടുതാപ്പം മാത്രമൊന്നും അല്ല കേട്ടോ, വേറെ കുറച്ച് കൊസ്രാക്കൊള്ളി സാധനങ്ങളും കൂടെ ഉണ്ട്. ഇതൊക്കെ ആർക്കാന്നല്ലേ? കപ്പ്, പെർഫ്യൂമ്, നെയിൽ പോളിഷ്, പിന്നെ കിക്കോ മെലാനോടെ ഒരു ലിപ്സ്റ്റിക്ക്, ഇതൊക്കെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണേ. ആർക്കായിരിക്കും? അത് തന്നെ ജേഡുക്കുട്ടൻ പറഞ്ഞ പോലെ എൽസു ആൻറ്റിയുടെ വീട്ടിൽ പോവാം ഞങ്ങൾ. എൽസുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ ബർത്ത്ഡേക്ക് ചുമ്മാ വലിയ വലിയ ഗിഫ്റ്റൊന്നും ഇല്ലെന്നേ, ചെറിയ കുറച്ച് സാധനങ്ങൾ. എൽസുവിൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണേ, എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ നെക്സ്റ്റ് ഫ്ലാറ്റാണ്, അധികം ദൂരമൊന്നുമില്ല. അപ്പം ഞാനും ജേഡും കൂടെ എൽസുവിനെ ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ഞെട്ടിക്കാമെന്ന് വിചാരിച്ചേ. ഇത് ശരിക്കും എൽസു പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഞാനിങ്ങനെ കേക്കും കൊണ്ട് ചെല്ലുന്നൊന്നും. നമുക്ക് നോക്കാം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. ആരുമില്ല, ഞാൻ മാത്രമേ മേടിക്കട്ടെ. ആണോ? അങ്ങനെ എൽസുവിനെ ചെറുതായിട്ട് അങ്ങ് ഞെട്ടിച്ചു. ഞാൻ ചെന്നപ്പോൾ ഞങ്ങൾ ചെയ്ത വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ? എൽസുവിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൊണ്ട് ഒരു വീഡിയോ ചെയ്തേ. അയ്യേ, ചമ്മിപ്പോയി, ആരും കണ്ടില്ലല്ലേ. കൊച്ചിനെ എടുക്കാൻ തുടങ്ങിയതാ, കൊച്ചു പോലും മൈൻഡ് ചെയ്തില്ല. അതാ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പട്ടിയുടെ വില പോലും ഒരിടത്തും ഇല്ലെന്ന്. പക്ഷെ നമ്മുടെ എൽസു പെണ്ണ് ഹാപ്പിയായി കേട്ടോ. എൽസു ശരിക്കും പറഞ്ഞ ഒരു 2-3 ദിവസം മുമ്പ് പറയുന്നുണ്ട്, എൻ്റെ ബർത്ത്ഡേ ഇന്നാണേ, എൻ്റെ ബർത്ത്ഡേ നാളെ അടുത്ത ദിവസമാണേ, എൻ്റെ ബർത്ത്ഡേ ആ ദിവസമാണേ, മറക്കല്ലേ എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ഞെട്ടിച്ചില്ലെങ്കിൽ അല്ലേ. അങ്ങനെ പെട്ടെന്നൊരു കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഞാനും ജേഡും കൂടെ പോയതാണേ. എനിക്ക് സർപ്രൈസുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്നേ. എന്നാൽ ഞാൻ വലിയ വലിയ ആഡംബരം വേണമെന്നൊന്നും ഇല്ല, ഒരു കുഞ്ഞു മുട്ടായി ആയാലും മതി. അതുപോലെ തന്നെ എനിക്കിഷ്ടമാണ് മറ്റുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കാനും. അപ്പോൾ പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ സർപ്രൈസ് കൊടുക്കുന്നത് ഒരു രസമല്ലേ അല്ലേ? നിങ്ങൾ കൊടുക്കാറില്ലേ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇങ്ങനെ സർപ്രൈസ്? പിന്നെ ഞങ്ങളവിടെ നിന്ന് വർത്താനം പറഞ്ഞ സമയം കൊണ്ട് ജിപ്സം പെട്ടെന്ന് ഒരു DJ പാർട്ടി കിടന്ന ലൈറ്റ് പോലെ, നമ്മുടെ ഈ എന്താ പറയുക, ഡിസംബർ പുൽക്കൂട്ടിൽ മറ്റേ ലൈറ്റ് ഇടുകയല്ലേ, ഇലുമിനേഷൻ ലൈറ്റ്, അങ്ങനെ ലൈറ്റൊക്കെ സെറ്റപ്പ് ആക്കി ഒരു ടേബിളും ഒക്കെ പെട്ടെന്ന് കൊണ്ടുവച്ച് ഒരു കുഞ്ഞ് ബർത്ത്ഡേ കട്ടിങ് അങ്ങ് സെറ്റ് ചെയ്ത് കേട്ടോ. ഒരു സൈഡിൽ കേക്ക് മുറിക്കുന്നു, മറ്റൊരു സൈഡിൽ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം ഭാര്യയുടെ ബർത്ത്ഡേ ആണെങ്കിലും ക്രിക്കറ്റ് കളി ഓഫ് ചെയ്യാൻ മനസ്സിലാത്തൊരു ഭർത്താവാണ് ജിപ്സൺ. ജിപ്സൺ മാത്രമല്ലല്ലേ, ഒട്ടുമിക്ക കെട്ടിയന്മാരും അങ്ങനെ ആയിരിക്കും. ക്രിക്കറ്റ് ഉള്ളപ്പം അല്ലെ IPL ഉള്ളപ്പം അത് വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ജിപ്സൺ ഇച്ചിരിയുടെ ഭ്രാന്ത് കൂടുതലുണ്ട്, ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനാ. അത് മാത്രമല്ല തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന് വേണ്ടി ജേഴ്സി അണിഞ്ഞിട്ടുള്ള ഒരു പുള്ളിയും കൂടെ ആ ക്രിക്കറ്റിൽ. ആ പുറകെ കെട്ടി തൂക്കിയിട്ടേക്കുന്ന മെഡലുകളില്ലേ, മെഡലുകൾ, അത് മുഴുവൻ അവൻ ക്രിക്കറ്റ് കളിച്ച് നേടിയതാണ്. അവനെ ഇച്ചിരി പൊക്കി പറഞ്ഞേക്കാം, ഇനി എൻ്റെ ബർത്ത്ഡേക്ക് ബിരിയാണി എങ്ങനെ കിട്ടിയാൽ. അപ്പൊ ശരി എന്നാ പോയേച്ചും വരാം. KFC വന്നപ്പോ എന്നെ ഇറക്കി വിട്ടു ഗായ്സ്.